ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് കസീനി, യൂറോപ്സ് കൺവെൻഷൻ ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, WTO ഗുഡ്സ് ട്രേഡ് ബാരോമീറ്റർ, ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ, ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് ടാക്സ്, ദക്ഷിൺ. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കസീനി മിഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ കസീനിയെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ സൗരയൂഥത്തിനകത്തുള്ള സാറ്റേണിൻ്റെ ചുറ്റുപുറം കാണുന്ന റിങ് അതൊരു യൂഷ്വലി ഒരു 13 to 15 ഇയേഴ്സ് നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഡിസപ്പിയർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഫിനോമിന ഇപ്പോൾ വീണ്ടും വരുന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു ബേസിക്കലി ഒരു വിഷ്വൽ ഇല്യൂഷൻ മാത്രമാണ്. അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് മാത്രമാണ്. അത് ഈ സാറ്റേൺ സണ്ണിന് റിവോൾവ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നൊരു ഫിനോമിനയാണ്. അപ്പോൾ അത് വീണ്ടും വരുന്നതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 10 അപ്പോൾ അതിനകത്ത് ഈ സാറ്റേണിൻ്റെ സറൗണ്ടിങ്ങിൽ കാണുന്ന ഈ റിങ്ങിനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇടക്കാലത്ത് നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ഒക്കെ കൂടി ചേർന്നിട്ട് ലോഞ്ച് ചെയ്തൊരു മിഷനായിരുന്നു ഈ കസീനി മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കസീനി മിഷനെ കുറിച്ചിട്ടുള്ള ചില പരാമർശങ്ങളും നമുക്ക് ഈ വാർത്തയിൽ കാണാൻ പറ്റും. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് കസീനിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. കസീനി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയുടെ സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസയും അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ESA അല്ലെങ്കിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയും അതുപോലെ തന്നെ ഇറ്റാലിയൻ സ്പേസ് ഏജൻസിയും കൂടി ചേർന്നിട്ട് ജോയിൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് മിഷനായിരുന്നു കസീനി എന്ന് പറയുന്നത്. അപ്പോൾ അത് ബേസിക്കലി കസീനി എന്ന് പറയുന്നത് ഒരു റോബോട്ടിക് സ്പേസ് വെഹിക്കിളാണ്, അല്ലെങ്കിൽ ഒരു റോബോട്ടിക് സ്പേസ് ക്രാഫ്റ്റ് ആയിരുന്നു. സാറ്റേണിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കസീനി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഈ സാറ്റേണിൻ്റെ സറൗണ്ടിങ് ആയിട്ട് നമുക്ക് കാണുന്ന ഈ റിങ്ങുകളെ കുറിച്ചും അതുപോലെ തന്നെ സാറ്റേണിൻ്റെ മൂൺസിനെ കുറിച്ചും അല്ലെങ്കിൽ സാറ്റലൈറ്റുകളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു കസീനി മിഷൻ്റെ ഒരു ലക്ഷ്യം. ഇത് 1997 നാസ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഈ സാറ്റേണിനെ വിസിറ്റ് ചെയ്യുന്ന 4ാമത്തെ സ്പേസ് പ്രോബായിരുന്നു ഈ കസീനി എന്ന് പറയുന്നത്. പക്ഷേ ഈ കസീനിയുടെ ഏറ്റവും വലിയ 2 പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ സാറ്റേണിൻ്റെ ഓർബിറ്റിൽ എൻ്റർ ചെയ്യുന്ന ആദ്യത്തെ സ്പേസ് പ്രോബാണ് കസീനി എന്ന് പറയുന്നത്. 2004 തൊട്ട് 2017 വരെയാണ് കസീനി ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അത് ഡിഫങ്ക്റ്റ് ആയിട്ടുള്ള ഒരു മിഷനാണ്. അത് സാറ്റലൈറ്റ് ഒക്കെ ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കസീനി മിഷനകത്ത് ചെയ്ത മറ്റൊരു യൂണീക്ക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കസീനിക്കകത്ത് യൂറോപ്യൻ സ്പേസ് ഏജൻസി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹുയ്ഗിൻസ് എന്ന് പറയുന്ന ഒരു പ്രോബ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഹുയ്ഗിൻസ് എന്ന് പറയുന്ന പ്രോബ് ജസ്റ്റ് ഒരു ലാൻഡർ പോലെയായിരുന്നു. ഇതിനെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് കസീനി മിഷനകത്ത് ഈ ഹുയ്ഗിൻസ് എന്ന് പറയുന്ന പ്രോബിനെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഈ സാറ്റേണിൻ്റെ ഏറ്റവും വലിയ മൂണായിട്ടുള്ള ടൈറ്റനിലേക്ക് പാരാഷൂട്ട് ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് 2005 ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിനകത്ത് ഇത്രയും കാലത്തെ ഈ മിഷൻസ്, ഈ സ്പേസ് മിഷൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിനകത്ത് ഏറ്റവും ഡിസ്റ്റൻറ്റ് ലാൻഡിങ് കണ്ടക്ട് ചെയ്തിട്ടുള്ള ഒരു മിഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹുയ്ഗിൻസ് എന്ന് പറയുന്ന പ്രോബാണ്. ഈ കസീനി മിഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഹുയ്ഗിൻസ് എന്ന് പറയുന്ന പ്രോബാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് യൂറോപ്സ് കൺവെൻഷൻ ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. ഇതിന് മുമ്പ് നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിന് അത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇത് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു ട്രീറ്റി അല്ലെങ്കിൽ ഈ യൂറോപ്യൻ കൗൺസിൽ ഓഫ് യൂറോപ്സ് കൺവെൻഷൻ ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ട്രീറ്റി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അതുപോലെ തന്നെ UK-യും US-ഉം സൈൻ ചെയ്തതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 10 വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ട്രീറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു കൺവെൻഷനെ കുറിച്ചിട്ടുള്ള ചില ഡീറ്റെയിൽസ് ഈ ഒരു എക്സ്പ്ലെയിൻഡ് ആർട്ടിക്കിളായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ യൂറോപ്സ് കൺവെൻഷൻ ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യൂറോപ്സ് കൺവെൻഷൻ ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് യൂറോപ്പ് ഇപ്പോൾ ഈ 2024 മെയ് 17 അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കൺവെൻഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്നത് ദ കൗൺസിൽ ഓഫ് യൂറോപ്സ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, ഡെമോക്രസി ആൻഡ് റൂൾ ഓഫ് ലോ എന്നാണ് ഇതിൻ്റെ ഈ കൺവെൻഷൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നിലവിലെ അവസ്ഥയിൽ ലോകത്തിൽ ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രീറ്റി ആയിട്ട് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കൺവെൻഷനായിട്ട് കണക്കാക്കുന്നത് ഈ ഒരു കൗൺസിൽ ഓഫ് യൂറോപ്സ് കൺവെൻഷൻ ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ലീഗലി ബൈൻഡിങ് ആണെന്നുള്ളതാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രീറ്റി ആയിട്ട് കണക്കാക്കുന്നത് ഇതാണെന്ന് മനസ്സിലാക്കുക. ഇനി ഈ ട്രീറ്റിയുടെ ഈ ഒഫീഷ്യൽ നെയിം പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സിസ്റ്റംസിൻ്റെ യൂസേജിനകത്ത്
അതൊരിക്കലും ഹ്യൂമൻ റൈറ്റ്സിനെയോ റൂൾ ഓഫ് ലോനെയോ ഡെമോക്രസിനെയോ അണ്ടർമൈൻ ചെയ്യാതെ നോക്കുക എന്നുള്ളതാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റംസ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സിനെയും റൂൾ ഓഫ് ലോനെയും ഡെമോക്രസിനെയൊക്കെ അപ്ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ലീഗൽ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നതായിരിക്കണം എന്നുള്ളതാണ് ഈ കൺവെൻഷൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് ഈ കഴിഞ്ഞത് വീണ്ടും ഈ എക്സ്പ്ലെയിനർ ആർട്ടിക്കിളായിട്ട് അവരത് പബ്ലിഷ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ, അതായത് സെപ്റ്റംബർ 5 ആണ് ഈ ട്രീറ്റി അല്ലെങ്കിൽ ഈ ഒരു കൺവെൻഷൻ സിഗ്നേച്ചേഴ്സിന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. 2024 സെപ്റ്റംബർ 5 തൊട്ടാണ് ഇത് സിഗ്നേച്ചേഴ്സിന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിലവിൽ ഈ പറയുന്ന ഈ ട്രീറ്റിയുടെ ഡ്രാഫ്റ്റിംഗ് നടക്കുന്ന സമയത്ത്, ഈ ട്രീറ്റി അല്ലെങ്കിൽ ഈ കൺവെൻഷനെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഈ കൗൺസിൽ ഓഫ് യൂറോപ്പിനകത്തുള്ള 46 മെമ്പർ സ്റ്റേറ്റുകളും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ 11ഓളം യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമല്ലാത്ത അല്ലെങ്കിൽ ഈ കൗൺസിൽ ഓഫ് യൂറോപ്പിൻ്റെ ഭാഗമല്ലാത്ത 11ഓളം നോൺ മെമ്പർ സ്റ്റേറ്റുകളും നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ് ഈ കൺവെൻഷൻ ഫൈനലൈസ് ചെയ്തിട്ടുള്ളത്. ഇൻക്ലൂഡിങ് USA അതുപോലെ തന്നെ ജോർജിയ ഒക്കെ പോലുള്ള രാജ്യങ്ങളും കൂടി ചേർന്നിട്ടാണ് ഇത് ഫൈനലൈസ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി കൺവെൻഷൻ്റെ എയിം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ്, ഡെമോക്രസി, റൂൾ ഓഫ് ലോ ഇതിനൊന്നും അണ്ടർമൈൻ ചെയ്യരുത്, അതുമായിട്ട് ഒത്തുപോകുന്ന രീതിയിലുള്ളതായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ കൺവെൻഷനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ AI ലൈഫ് സൈക്കിളിനെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലാണ്. അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യാതെ ആയിരിക്കണം ഈ AI ലൈഫ് സൈക്കിൾ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ട്രീറ്റിക്കകത്ത് ഈ പബ്ലിക് അതോറിറ്റീസിന് മാത്രമല്ല, അതായത് ഗവൺമെൻറ്റുകൾക്ക് മാത്രമല്ല പ്രൈവറ്റ് ആക്ടേഴ്സിനും ചില റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുണ്ട്. പക്ഷേ ഈ ട്രീറ്റിയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് സൈഡായിട്ട് പറയുന്നത് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ മെക്കാനിസത്തെ കുറിച്ചിട്ടുള്ള ചില അപര്യാപ്തതകളാണ്. അതായത് ഈ പറയുന്ന ട്രീറ്റിനെ ഇത് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ട്രീറ്റി ആണെന്ന് പറയുന്ന സമയത്തും ഈ ട്രീറ്റി വയലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ഫൈൻസോ പെനാൽറ്റീസോ ഒന്നും തന്നെ ഈ ട്രീറ്റിക്കകത്ത് പറയുന്നില്ല. അപ്പോൾ അത് എത്രത്തോളം പ്രാവർത്തികമാവും എന്നുള്ള കാര്യം ഹൈലി ഡൗട്ട്ഫുൾ ആണ്. ഇനി അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് ആക്ടേഴ്സിൻ്റെ AI ആക്ടിവിറ്റീസിൻ്റെ ഇമ്പാക്റ്റുകളെയും ഈ പറയുന്ന ട്രീറ്റി കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ വയലേഷൻസിൻ്റെ പേരിലുള്ള പണിഷ്മെൻറ്റുകളെ കുറിച്ച് ഈ ട്രീറ്റിക്കകത്ത് പറയുന്നില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ അതേസമയം റീജിയണൽ ലെവലിലുള്ള AI ഗവേണൻസ് ഫ്രെയിം വർക്കുകൾ അല്ലെങ്കിൽ മെക്കാനിസംസ് ഡെവലപ്പ് ചെയ്യാൻ ഈ ട്രീറ്റി മറ്റുള്ള രാജ്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോകത്തിലുള്ള രാജ്യങ്ങൾക്ക്, ഏത് രാജ്യങ്ങൾക്ക് വേണമെങ്കിലും ഇതിനകത്ത് സിഗ്നേറ്ററീസ് ആവാം എന്ന് മനസ്സിലാക്കുക. പക്ഷേ അതേ സമയത്ത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾസ് ഈ ഡെമോക്രസിനെയും ഹ്യൂമൻ റൈറ്റ്സിനെയും റൂൾ ഓഫ് ലോനെയൊന്നും അണ്ടർമൈൻ ചെയ്യരുത് അല്ലെങ്കിൽ അതുമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് പറയുന്ന സമയത്തും ഇതിനകത്തുള്ളൊരു ക്രിട്ടിക്കുകൾ പറയുന്നൊരു കേസ് എന്ന് പറയുന്നത് ഇതിനകത്ത് പറയുന്ന ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് നാഷണൽ സെക്യൂരിറ്റി, റിസർച്ച്, ഡെവലപ്മെൻറ്റ്, ടെസ്റ്റിംഗ്, ഡിഫൻസ്, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള AI ടൂൾസിൻ്റെ ഡെവലപ്മെൻറ്റിന് ഈ കൺവെൻഷനിൽ നിന്ന് എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടോ നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടോ റിസർച്ചോ ഡെവലപ്മെൻറ്റോ ടെസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോ വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഈ ഹ്യൂമൻ റൈറ്റ്സിനോ ഡെമോക്രസിനെയോ അല്ലെങ്കിൽ റൂൾ ഓഫ് ലോനൊന്നും അണ്ടർമൈൻ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഡിഫൻസ് സെക്ടറിനകത്തൊക്കെ ഉള്ള അല്ലെങ്കിൽ വെപ്പണൈസേഷൻ ഓഫ് AI എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മാസ് സർവൈലൻസിന് വേണ്ടിയിട്ട് നാഷണൽ സെക്യൂരിറ്റിയുടെ പേരും പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള സർവൈലൻസിന് വേണ്ടിയിട്ട് AI സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത് ഒരു അപകടകരമായിട്ടുള്ള അവസ്ഥയുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ എക്സസീവ് ആയിട്ടുള്ള യൂസേജ് ഓഫ് AI ഓൺ സിറ്റിസൺസിനെ ഒട്ടും തന്നെ ഈ ട്രീറ്റി അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഈ AIയുടെ മിലിറ്ററി ആപ്ലിക്കേഷനും ഈ പറയുന്ന ട്രീറ്റിക്കകത്ത് കവർ ചെയ്യുന്നില്ല. അപ്പോൾ അതും ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതൊരിക്കലും ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള കൺവെൻഷനൊന്നും അല്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇത് ലോകത്തിലെ ആദ്യത്തെ AIയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻ്റർനാഷണലി ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ട്രീറ്റി ആണെന്നുള്ളൊരു പ്രത്യേകത ഉണ്ടെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ട്രീറ്റി അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഈ കൗൺസിൽ ഓഫ് യൂറോപ്പിനെ കുറിച്ചും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ കൗൺസിൽ ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത് 1949 യൂറോപ്പിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ഇതിന് യൂറോപ്യൻ യൂണിയനുമായിട്ട് നേരിട്ട് ബന്ധമില്ല. അതായത് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഏജൻസി അല്ല. യൂറോപ്യൻ യൂണിയനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ഒരുപാട് മുമ്പേ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ കൗൺസിൽ ഓഫ് യൂറോപ്പിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? കൗൺസിൽ ഓഫ് യൂറോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനാണ് ഈ കൗൺസിൽ ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ്, ഡെമോക്രസി, റൂൾ ഓഫ് ലോ, ഈ കാര്യങ്ങളൊക്കെ യൂറോപ്പിൽ ഈ 3 കാര്യങ്ങളെയും അപ്ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗിലാണ്. ഇനി നിലവിൽ ഈ കൗൺസിൽ ഓഫ് യൂറോപ്പിനകത്ത് 46 മെമ്പേഴ്സാണ് ഉള്ളത്. കുറച്ച് മുമ്പ് ഇപ്പോൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധമൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് റഷ്യയും ഇതിൻ്റെ ഭാഗമായിരുന്നു. അന്ന് 47 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 46 മെമ്പേഴ്സാണുള്ളത്. ഇതിനകത്ത് ഈ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള 27 മെമ്പേഴ്സും കൗൺസിൽ ഓഫ് യൂറോപ്പിൻ്റെയും ഭാഗമാണ്. ഇതൊരു യുണൈറ്റഡ് നേഷൻസ് ഒബ്സർവർ സ്റ്റാറ്റസുള്ള ഏജൻസിയാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് WTO ഗുഡ്സ് ട്രേഡ് ബാരോമീറ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഗുഡ്സ് ട്രേഡ് ബാരോമീറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13
ഒരു വാർത്തയുണ്ട്. അതായത് ഗ്ലോബൽ ട്രേഡ് ഗ്രാജുവലി റിക്കവർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനകത്തൊരു അപ്വേർഡ് ട്രെൻഡ് കാണിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ഈ WTOൻ്റെ ഗുഡ്സ് ട്രേഡ് ബാരോമീറ്ററിനകത്ത് അവർ പറയുന്നതായിട്ടുള്ളൊരു വാർത്തയാണുള്ളത്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ WTO റിലീസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്ററാണ് ഈ WTO ഗുഡ്സ് ട്രേഡ് ബാരോമീറ്റർ എന്ന് മനസ്സിലാക്കുക. അതായത് WTOൻ്റെ ഒരു ട്രേഡ് ബാരോമീറ്റർ ഉണ്ട്. അതിനകത്ത് 2 എലമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് WTO ഗുഡ്സ് ട്രേഡ് ബാരോമീറ്ററും മറ്റൊന്ന് WTO സർവീസ് ട്രേഡ് ബാരോമീറ്ററും. അപ്പോൾ ഇത് ഈ ഗുഡ്സ് ട്രേഡ് ബാരോമീറ്റർ പണ്ട് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് വേൾഡ് ട്രേഡ് ഔട്ട്ലുക്ക് ഇൻഡിക്കേറ്റർ എന്നുള്ള പേരിലായിരുന്നു. അത് പിന്നീടാണ് ട്രേഡ് ബാരോമീറ്റർ എന്നുള്ള പേരിലേക്ക് അവർ മാറ്റുന്നത്. അപ്പോൾ ഇത് WTO ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതൊരു ഇൻഡിക്കേറ്റർ ആണെന്ന് മനസ്സിലാക്കുക. അതായത് കൺവെൻഷണൽ ആയിട്ടുള്ള ട്രേഡ് സ്റ്റാറ്റിസ്റ്റിക്കുകൾക്കും അതുപോലെ തന്നെ ഫോർകാസ്റ്റുകൾക്കും ഒക്കെ ഒരു കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് WTOൻ്റെ ഗുഡ്സ് ട്രേഡ് ബാരോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലോബൽ ട്രേഡിൻ്റെ ഗ്രോത്ത് അതൊരു ഷോർട്ട് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ, അതായത് നിലവിലുള്ള ഡാറ്റ വെച്ചിട്ട് ഒരു ഷോർട്ട് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഗ്ലോബൽ ട്രേഡിൻ്റെ ഗ്രോത്ത് അത് മുന്നോട്ടാണോ താഴത്തേക്കാണോ എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നെക്സ്റ്റ് ഒരു 2 or 3 മന്ത്സിലേക്ക് എങ്ങനെയായിരിക്കും ഗ്ലോബൽ ട്രേഡ് മൂവ് ചെയ്യാൻ പോകുന്നത്, അത് പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രോത്ത് ആണോ കാണിക്കുന്നത് അല്ലെങ്കിൽ ഡിക്ലൈൻ ആണോ കാണിക്കുന്നത് എന്നുള്ള ഒരു ഫോർകാസ്റ്റ് ആണ് ഈ ഗുഡ്സ് ട്രേഡ് ബാരോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു 100 ആണ് ഇതിൻ്റെ ബേസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ 100ൻ്റെ മുകളിലാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ എങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് നിയർ ഫ്യൂച്ചറിൽ ഗ്ലോബൽ ട്രേഡിനകത്ത് ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. 100ൽ താഴെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഗ്ലോബൽ ട്രേഡിൻ്റെ ട്രെൻഡ് നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലോ ഗ്രോത്ത്, ബിലോ ട്രെൻഡ് ഗ്രോത്ത് ആയിരിക്കും കാണിക്കുന്നത്. അതായത് നിലവിലുള്ള ഗ്രോത്തിനെക്കാട്ടിലും കുറവായിരിക്കും ഫ്യൂച്ചറിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഗുഡ്സ് ട്രേഡ് ബാരോമീറ്റർ ഇവരെല്ലാ 3 മാസം കൂടുമ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. അതൊരു ക്വാർട്ടർലി ഇൻഡിക്കേറ്റർ ആണെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഈ ട്രേഡ് ബാരോമീറ്ററിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊന്നാണ് ഈ ഗുഡ്സ് ട്രേഡ് ബാരോമീറ്റർ പോലെ തന്നെ ഇവരുടെ ഒരു സർവീസ് ട്രേഡ് ബാരോമീറ്റർ ഉണ്ട്. അത് ബേസിക്കലി സർവീസ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സമാനമായിട്ടുള്ളൊരു ഈ ട്രെൻഡ് അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രെൻഡ് പ്രൊഡിക്റ്റ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ സർവീസ് ട്രേഡ് ബാരോമീറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഗുഡ്സ് ട്രേഡ് ബാരോമീറ്റർ ക്വാർട്ടർലി ബേസിസിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ സർവീസ് ട്രേഡ് ബാരോമീറ്റർ ഇവർ ഈ സെമി ആനുവലായിട്ടാണ് അവർ അപ്ഡേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. അതായത് 6 മാസം കൂടുമ്പോഴാണ് അവർ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ അല്ലെങ്കിൽ ബ്രാപ്പിനെ കുറിച്ചാണ്. അപ്പോൾ ബ്രാപ്പിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ബ്രാപ്പ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഒരു അസസ്മെൻറ്റ് വെച്ചിട്ടാണ് ഇന്ത്യയിലെ ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനങ്ങളുടെയൊക്കെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പുതിയ അസസ്മെൻറ്റിനകത്ത് കേരളവും ആന്ധ്രാപ്രദേശുമാണ് ഇന്ത്യയിലെ ഏറ്റവും അധികം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉള്ളത് എന്നുള്ളത് ഒരു റിപ്പോർട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 11 വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പുതിയ അസസ്മെൻറ്റ് റിലീസ് ചെയ്തതായിട്ടുള്ളൊരു വാർത്തയാണത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രാപ്പ് അല്ലെങ്കിൽ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളോട് പരസ്പരം ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും അവരുടെ ബിസിനസ് റിഫോംസ് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് അസസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു അസസ്മെൻ്റ് ആണ് ഈ ബ്രാപ്പ് എന്ന് മനസ്സിലാക്കുക, ഈ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിനകത്ത് കവർ ചെയ്യുന്ന കുറേ മേഖലകളും കുറേ ഏരിയാസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ റിഫോംസ് നടപ്പിലാക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സംസ്ഥാനങ്ങളിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ബ്രാപ്പിനകത്ത് പറഞ്ഞിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് സംസ്ഥാനങ്ങളുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പെർഫോമൻസ് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 2015 ഈ അസസ്മെൻറ്റ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ 2014 തൊട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ കീഴിൽ വരുന്ന DPIIT 2014 തൊട്ട് സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിട്ടറീസിൻ്റെയും അവരുടെ ഈ പറയുന്ന ബ്രാപ്പിനകത്ത് പറയുന്ന ഈ റിഫോംസിനകത്ത് അല്ലെങ്കിൽ ഈ റിഫോം ഇൻഡിക്കേറ്റേഴ്സ് എത്രത്തോളം സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസും നടപ്പിലാക്കുന്നുണ്ട്, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് 2014 തൊട്ടേ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അസസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഈ ബ്രാപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബ്രാപ്പ് വെച്ചിട്ട് അസസ്മെൻറ്റ് നടത്തിയിട്ടാണ് സംസ്ഥാനങ്ങളുടെയൊക്കെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2015, 16, 17, 18, 19, 22, 24 വർഷങ്ങളിലൊക്കെ സംസ്ഥാനങ്ങളുടെയും യൂണിയൻ ടെറിട്ടറീസിൻ്റെയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ് ഈ ബ്രാപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് ടാക്സിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് ടാക്സ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ
ഇന്ത്യയിലെ ഡൊമസ്റ്റിക് സ്റ്റീൽ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സ്റ്റീലിൻ്റെ മുകളിൽ ഈ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നതിനെ കുറിച്ച് ഗവൺമെൻറ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 11 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർ ആലോചനയിലാണെന്ന് പറയുന്ന ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിലുള്ള ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് ടാക്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്ത്യയിൽ ഈ സ്റ്റീൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് ടാക്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ മുകളിൽ ഒരുപാട് ടാക്സസ് ഗവൺമെൻറ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അവർ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി പേ ചെയ്യണം, അയൺ ഓർ ഡ്യൂട്ടി പേ ചെയ്യണം, കോൾ സെസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള അഡീഷണൽ ഡ്യൂട്ടീസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. അതായത് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ പ്രൈസ് കൂടുതലായിരിക്കും. ഇത്രയധികം ഡ്യൂട്ടീസും കൂടി കവർ ചെയ്യണം, ഇത് ഇത്രയധികം എക്സ്പെൻസസ് ഇവർക്ക് വരുന്നുണ്ട്. പക്ഷേ അതേസമയം ഇപ്പോൾ ചൈന പോലുള്ള രാജ്യങ്ങളിലുള്ള സമാനമായിട്ടുള്ള സ്റ്റീൽ ഇൻഡസ്ട്രീസിന് മേ ബി അവിടുത്തെ ഗവൺമെൻറ് മെഷേഴ്സ് കാരണം സിമിലർ ടാക്സസ് പേ ചെയ്യണമെന്ന് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതായത് അവിടുത്തെ കമ്പനികൾ ചിലപ്പോൾ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയോ അയൺ ഓർ ഡ്യൂട്ടിയോ അല്ലെങ്കിൽ കോൾ സെസ് ഒന്നും പേ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അവർക്ക് കുറഞ്ഞ ചിലവിൽ ഈ സ്റ്റീലിൻ്റെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. അപ്പോൾ ആ സ്റ്റീൽ അവർ ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് ചൈനയിൽ നിന്ന് സ്റ്റീൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സ്റ്റീലിന് ഇന്ത്യയിൽ ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റീലിനെക്കാട്ടിലും വില കുറവായിരിക്കും. അപ്പോൾ ഈ ചൈനയിൽ നിന്ന് വരുന്ന സ്റ്റീലിന് ബിക്കോസ് ഓഫ് ദി ഗവൺമെൻറ് മെഷേഴ്സ് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇന്ത്യൻ ലോക്കൽ മാർക്കറ്റിലുണ്ടാവും. അത് ഇന്ത്യയിലെ സ്റ്റീൽ ഇൻഡസ്ട്രീനെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഇന്ത്യയിലെ സ്റ്റീൽ ഇൻഡസ്ട്രിയുടെ മുകളിൽ നിന്ന് ഒഴിവാക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഡിസഡ്വാൻറ്റേജിൽ നിന്ന് ഇന്ത്യൻ സ്റ്റീൽ ഇൻഡസ്ട്രീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യും, ഈ പറയുന്ന ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന സ്റ്റീലിൻ്റെ മുകളിൽ ഈ ഒരു അഡീഷണൽ ടാക്സ് ഇമ്പോസ് ചെയ്യും. ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി അല്ലെങ്കിൽ അയൺ ഓൺ ഡ്യൂട്ടി അല്ലെങ്കിൽ കോൾസസിനൊക്കെ ഈക്വൽ ആയിട്ടുള്ള ഒരു ടാക്സ് അഡീഷണൽ ആയിട്ട് ഇമ്പോസ് ചെയ്യും. അതിനെയാണ് ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ നമ്മുടെ ലോക്കൽ മാർക്കറ്റിനകത്ത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഗവൺമെൻറ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് ടാക്സ് നിലവിലുള്ള WTO റെഗുലേഷൻസ് അനുസരിച്ച് WTO റെഗുലേഷൻസിൻ്റെ വയലേഷൻസ് ആവില്ല, അതുമായിട്ട് കംപ്ലൈ ചെയ്ത് പോകുന്നതായിരിക്കുന്നതാണ് ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ഇപ്പോൾ ചൈനയ്ക്കെതിരെ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് ഇന്ത്യയിലെ ലോക്കൽ മാർക്കറ്റിന് വലിയ രീതിയിൽ എസ്പെഷ്യലി മാനുഫാക്ചറിങ് സെക്ടറിനും ഹെവി ഇൻഡസ്ട്രീസിനൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നുള്ളത് കുറേ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നൊരു വാർത്തയാണ്. അപ്പോൾ അതിനെതിരായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ചില സെക്ടേഴ്സിനകത്ത് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ഒക്കെ ഇമ്പോസ് ചെയ്യണമെന്നുള്ള സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള മെഷേഴ്സിനകത്ത് ഈ ഒരു ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് ടാക്സ് ഇന്ത്യയിൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയ സ്റ്റീൽ ഇൻഡസ്ട്രി ആണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് ടാക്സ് എന്ന് പറയുന്നത് പല രാജ്യങ്ങളും പല രീതിയിൽ നടപ്പിലാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ലെവൽ പ്ലേയിങ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് അമേരിക്കയിൽ ചൈനയിൽ നിന്നുള്ള പല ഇമ്പോർട്ടുകളുടെ മുകളിലും അമേരിക്കൻ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ അവരുടെ ഒരു കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം വരുന്നത് ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു രീതിയിലുള്ള ഒരു ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് ടാക്സ് ആണ്. ഇത് വേറൊരു വേർഷനാണ് ഇതിൻ്റെ എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ദക്ഷിൺ എന്ന് പറയുന്ന സെൻറ്റർ ഓഫ് എക്സലൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയും ഗ്ലോബൽ സൗത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 13 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഇപ്പോൾ 2023 തൊട്ട് നടത്തുന്ന ഒരു വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റിൻ്റെ സമയത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആണ് ഈ ദക്ഷിൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ദക്ഷിൺ എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ആൻഡ് നോളജ് ഷെയറിംഗ് ഇനീഷ്യേറ്റീവ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഈ ഗ്ലോബൽ സൗത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഗ്ലോബൽ സൗത്തിലുള്ള രാജ്യങ്ങൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പിംഗ് വേൾഡിലുള്ള രാജ്യങ്ങൾ ഫേസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിനും റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു തിങ്ക് ടാങ്ക് ഒക്കെ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആണ് ദക്ഷിണം എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം ഇതാണ്. ഇത് സെക്കൻഡ് വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റിൻ്റെ സമയത്ത് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആണ് ദക്ഷിണം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ പറയുന്ന ഗ്ലോബൽ സൗത്ത് സമ്മിറ്റിനകത്ത് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡെവലപ്പിംഗ് വേൾഡിൽ വരുന്ന രാജ്യങ്ങൾ അവരെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. അവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവരുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്കെയിലബിൾ ആൻഡ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ എക്കണോമീസിനെയും സൊസൈറ്റീസിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട്
ഈ രാജ്യങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ദക്ഷിണം എന്ന് പറയുന്ന സെൻറ്റർ ഓഫ് എക്സലൻസ്. സോ ബേസിക്കലി ഇത് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നീതി ആയോഗൊക്കെ പ്രവർത്തിക്കുന്നത് പോലെ ഒരു തിങ്ക് ടാങ്ക് പോലെ പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ദക്ഷിണം എന്ന് മനസ്സിലാക്കുക. സോ ഇതൊരു ഇന്ത്യൻ ഇനീഷ്യേറ്റീവ് ആണെന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഗ്ലോബൽ സൗത്തിനെ കുറച്ചും കൂടി ഒരു ഹ്യൂമൻ സെൻട്രിക് ഡെവലപ്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മൊബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്ത്യൻ ഇനീഷ്യേറ്റീവ് ആണ് ദക്ഷിണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദക്ഷിണ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഒന്ന് ക്രോസ് കോണ്ടിനെൻ്റൽ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ക്രിയേഷൻ ഓഫ് എവിഡൻസ് ബേസ്ഡ് പോളിസി ഫ്രെയിംവർക്ക്, ഗ്ലോബൽ പബ്ലിക് ഗുഡ്സ്, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഡെവലപ്മെൻറ്റ് കോപ്പറേഷന്, എൻകറേജ്മെൻറ്റ് പിയർ ലേണിംഗ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്, എംഫസൈസിങ് ഔട്ട്കം ഡ്രിവൺ കളക്റ്റീവ് ആക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ഈ ദക്ഷിണം എന്ന് പറയുന്ന സെൻറ്റർ ഓഫ് എക്സലൻസിനെ ഇപ്പോൾ ഹോസ്റ്റ് ചെയ്തേക്കുന്നത് ന്യൂഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോണമസ് പോളിസി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിൻ്റെ പേരാണ് റിസർച്ച് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് എന്നുള്ളത്. അവിടെയാണ് ഇപ്പോൾ ഈ ദക്ഷിണ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. സോ അത് ബേസിക്കലി ഒരു തിങ്ക് ടാങ്ക് ആണെന്ന് അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അതിൻ്റെ കൂടെ ഈ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റിനെ കുറിച്ചും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ സൗത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പിംഗ് വേൾഡ് എന്ന് ജനറലി വിളിക്കുന്ന രാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി ഇവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. ആ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവ്സും പ്രയോറിറ്റീസും ഒക്കെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്ത്യ ലെഡ് ഇനീഷ്യേറ്റീവാണ് ഈ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സമ്മിറ്റാണ്, അതായത് ഗ്ലോബൽ സൗത്തിലുള്ള ഡെവലപ്പിംഗ് വേൾഡിലുള്ള രാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യ ഇനീഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന ഒരു സമ്മിറ്റാണിത്. ഇത് 2023 ജനുവരിയിലാണ് ഇതിൻ്റെ ഫസ്റ്റ് വോക്സ് നടക്കുന്നത്. പിന്നീട് ഇതിൻ്റെ സെക്കൻഡ് സമ്മിറ്റ് 2023 നവംബറിൽ നടക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ ദക്ഷിൺ ലോഞ്ച് ചെയ്യുന്നത്. ഈ മൂന്നാമത്തെ ഈ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 17 നടക്കുന്നത്. ഇത് മൂന്നും വെർച്വലി ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 120ഓളം രാജ്യങ്ങൾ ഈ സമ്മിറ്റുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സമ്മിറ്റിനകത്ത് നിന്ന് ഇന്ത്യ ഡെലിബറേറ്റ്ലി ഈ പാകിസ്ഥാൻ, ചൈന എന്നീ 2 രാജ്യങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനെ മാറ്റി നിർത്തുന്നതിനെക്കാട്ടിലും ചൈനയെ നമ്മൾ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്ന സമയത്ത് ഈ ചൈനയ്ക്ക് ഈ ഗ്ലോബൽ സൗത്തിലുള്ള ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അതായത് ചൈനനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചൈന നമുക്ക് എത്രത്തോളം ഈ ഗ്ലോബൽ സൗത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഈ പറയുന്ന ഈ സമ്മിറ്റിലൊക്കെ പങ്കെടുക്കുന്ന ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇന്ത്യക്കുള്ളതിനേക്കാട്ടിലും ഒരുപാട് വലിയ ഇൻഫ്ലുവൻസ് അത് ഈ ഗ്ലോബൽ സൗത്തിലുള്ള മെജോറിറ്റി രാജ്യങ്ങൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എസ്പെഷ്യലി ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്കയിലൊക്കെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇന്ത്യക്കുള്ളതിനേക്കാട്ടിലും ഒരുപാട് ഇൻഫ്ലുവൻസ് ഉള്ളൊരു രാജ്യമാണ് ചൈന. അപ്പോൾ അത് എത്രത്തോളം ഒരു ഫോർസിയബിൾ ഫ്യൂച്ചറിൽ എത്രത്തോളം ഇത് ഓൺ ദി ഗ്രൗണ്ട് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ള കാര്യം ഡൗട്ട്ഫുൾ ആണ്. പക്ഷെ നമുക്ക് ബേസിക്കലി ഇന്ത്യയുടെ ഒരു ഡെവലപ്പിംഗ് വേൾഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ന്യൂ വേൾഡ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ത്യയുടെ അപ്രോച്ചിന് ഒരു എക്സാമ്പിളൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഈ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റൊക്കെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.